അങ്ങനെ വീണ്ടും നമ്മുടെ ചാക്കോച്ചൻ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒരു പോലീസ് ക്യാരക്ടറിലേക്ക് എത്തുകയാണ്. അതിനകത്ത് ഒരു പോലീസുകാരനല്ല ഇത് കാണിക്കുന്ന കേട്ടോ, ഒരു കോൺസ്റ്റബിൾ ആണ് പുള്ളി സിനിമയോടുള്ള അടങ്ങാത്ത ഒരു എന്താ പറയുക അധിനിവേശം അല്ലെങ്കിൽ സിനിമയിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹം. ആ ആഗ്രഹം കൊണ്ട് ഈ പോലീസിൽ ഇരിക്കുമ്പോൾ തന്നെ പുള്ളി ഒരു സ്ക്രിപ്റ്റ് എഴുതാനോ അല്ലെങ്കിൽ അത് പിന്നെ സിനിമ ആക്കാൻ വേണ്ടി പലയിടത്തും ചെല്ലുന്ന ഒരു സംഭവമാണ്. ശരിക്കും എനിക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രിപ്റ്റ് ഡയറക്ടറുള്ള നമ്മുടെ ഷാഹിദ് കബീർ തന്നെ കേട്ടോ. കാരണം ഷാഹിദ് കബീർ ഒരു പോലീസുകാരനാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. പുള്ളിയുടെ ഇതുവരെ ചെയ്തിട്ടുള്ള പോലീസ് സ്റ്റോറി സിനിമകളെല്ലാം ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ്, എല്ലാം അടിപൊളി സിനിമകളായിരുന്നു. പുള്ളി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് സിനിമ. പക്ഷെ ഇത് പുള്ളിയുടെ ഒരു കഥയുമായിട്ട് എനിക്ക് കുറച്ചൊക്കെ സാമ്യം തോന്നി ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ. കാരണം പുള്ളി പോലീസുകാരനായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കഥകളൊക്കെ പുള്ളി എഴുതിയിട്ടുണ്ട്, അങ്ങനെ അത് സിനിമ ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു തോട്ട്. ഈ സിനിമയുടെ ഒരു സാധാ കോൺസ്റ്റബിളായിട്ടാണ് നമ്മുടെ ചാക്കോച്ചൻ ഇതിനകത്ത് പെർഫോം ചെയ്തേട്ടാ. കിടിലം പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം പുള്ളി ഇതുവരെ ചെയ്തു വച്ചിരിക്കുന്ന പോലീസ് ഓഫീസറിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പോലീസുകാരനായിട്ടാണ് ഇതിനകത്ത് നമ്മുടെ ചാക്കോച്ചൻ പെർഫോം ചെയ്യുന്നത്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന നമ്മുടെ കിരൺ ദാസ് ആണ് കേട്ടോ. ഡയറക്ഷൻ ബേസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്നിന് മികച്ചു നിൽക്കുന്ന തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ടാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക ഇൻ്റർവൽ പഞ്ച് കൊണ്ടുവന്ന് നിർത്തുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് അത് കുറച്ച് ലെങ്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഡിഫറെൻറ്റ് പോലീസ് സ്റ്റോറി സിനിമയാണ്. കാരണം നമ്മുടെ നിയമവ്യവസ്ഥയിൽ പല ഉദ്യോഗസ്ഥന്മാരും വക്കീലാണെങ്കിലും പോലീസുകാരാണെങ്കിലും ഇത്തരം ചില സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കഥയിലേക്ക് പോകുന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അത് സ്പോയിലായി പോകും. നല്ല ത്രില്ലിംഗ് ആണ് സിനിമ. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് നമ്മുടെ ലിജോ മോളും അതുപോലെ തന്നെ നമ്മുടെ ചാക്കോച്ചനും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ, ഭാര്യ ഭർത്താവായിട്ട് ചെയ്യുന്ന റോളാണ്. പുള്ളിക്കാരി ജീവിച്ചെന്ന് വേണം പറയട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവരുടെ കെമിസ്ട്രി കിഡുമായിട്ട് വർക്കായിട്ടുണ്ട്. ഈ ഉന്മാദം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഭ്രാന്ത് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അത്തരത്തിലൊരു ഭ്രാന്ത് പിടിച്ച ഒരു കോൺസ്റ്റബിളിൻ്റെ ഒരു കഥയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഞാനത് കഥയിലേക്ക് വരുന്നില്ല, കാരണം നമ്മളത് തിയേറ്ററിൽ വന്ന് തന്നെ കാണേണ്ട ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത് കേട്ടോ. അടിപൊളി ട്വിസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ നല്ല സസ്പെൻസ് നിലനിർത്തി നല്ല ത്രില്ലിങ്ങിൽ തന്നെ സിനിമ ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു കഥാപാത്രത്തിലൂടെ തന്നെ നമ്മളെ കൊണ്ടുപോകുന്നു. പിന്നെ നമ്മുടെ സിദ്ദീഖ് ഇതിനകത്തൊരു അഡ്വക്കേറ്റിൻ്റെ റോൾ എത്തുന്നുണ്ട്. പുള്ളിയുടെ റോള് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാബുമോൻ ഇതിനകത്തൊരു പോലീസുകാരനാണ്, നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിയും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ സുകേഷ്, അതുപോലെ തന്നെ അരുൺ, പിന്നെ നമ്മുടെ ഷൈജു, അങ്ങനെ മുഴുനീള പോലീസ് സ്റ്റോറി. അതിൽ നിന്നും ട്വിസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇവരുടെ കുടുംബത്തിൻ്റെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഫാമിലി ഡ്രാമയിലേക്ക് വരുമ്പോഴത്തേക്കും അതും നൈസായിട്ട് ഇത് ഈ സ്വിച്ച് ചെയ്യുന്നതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് എടുത്തു പറയണം കേട്ടോ. ഷാഹിദ് കബീറിൻ്റെ സ്ക്രിപ്റ്റ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. പുള്ളി അതിങ്ങനെ വളച്ചും തിരിച്ചൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലോ, അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് സത്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഒരു കിഡിലൻ പോലീസ് സ്റ്റോറി തന്നെയാണ്. എസ്പെഷ്യലി നമ്മുടെ ചാക്കോച്ചൻ്റെ കിഡിലൻ പെർഫോമൻസ് ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കോടതിയിലൊരു സംഭവം ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ. ഞാനത് പറയുന്നില്ല, കാരണം ഇത് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്ക് സ്പോയിലായിപ്പോവും, അതിൻ്റെ കഥ പറയേണ്ടി വരും. നമുക്ക് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയ ഒരു നല്ലൊരു സിനിമ ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. കുറച്ച് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ ഒരു ചെറിയൊരു ലാഗ് നമുക്ക് തോന്നുന്നു. അത്യാവശ്യം നൈസായിട്ട് ചെറിയ കോമഡി കാര്യങ്ങളൊക്കെ സിനിമയ്ക്കകത്തുണ്ട്. ഒരു പോലീസ് സ്റ്റോറി എന്നതിലുപരി ഫാമിലി ചിത്രവും കൂടെ ആയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഡയറക്ടർ ആൻഡ് സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്ന ഷാഹിദ് കബീർ എടുത്തു പറയണേ. കാരണം പുള്ളിയുടെ പോലീസ് സ്റ്റോറി എല്ലാം കുറച്ച് എന്താ പറയുക ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്, ഒരു ട്വിസ്റ്റൊക്കെ കൊണ്ടുവന്ന് അവസാനം കൊണ്ടുവന്നിട്ട് ഇത് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. എന്താണെങ്കിലും എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് എനിക്ക് വർക്കായി കേട്ടോ. മറ്റുള്ളവരുടെ അഭിപ്രായം എനിക്കറിയത്തില്ല. നൈസായിട്ട് അത് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് സ്ക്രിപ്റ്റ് തന്നെയാണ് കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളി. പിന്നെ നമ്മുടെ സാബുമോൻ്റെ പെർഫോമൻസ് ഒക്കെ കൊള്ളാം. പുള്ളി ഒരു പോലീസ് ഓഫീസറാണ്. അത് നിങ്ങൾ സിനിമ കണ്ടോ? സിനിമ കണ്ടിട്ട് നിങ്ങൾ തന്നെ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്കെന്തായാലും പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. ഉന്മാദ ലഹരിയിൽ നമ്മളെ ഇങ്ങനെ ത്രില്ലടിപ്പിച്ച് സിനിമ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി അവസാനം ക്ലൈമാക്സിലെത്തുമ്പോൾ തൃപ്തികരമായിട്ടുള്ളൊരു ക്ലൈമാക്സും നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഉന്മാദം സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൂടെ ഒന്ന് അറിയിച്ചേക്കുക. അടുത്തൊരു സിനിമാ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും